ഇന്ന് നിയമസഭ ചേരുന്നില്ലെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ വിടാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തീരുമാനിച്ചിട്ടില്ല. തലങ്ങും വിലങ്ങും ആക്രമിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ പലരും. കോൺഗ്രസ് നേതാക്കൾ ഒത്തൊരുമയില്ലെന്ന് പറഞ്ഞു നടന്നിരുന്നവർ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ തല്ലുകൊള്ളുകയാണ്. ആശാവർക്കർമാർക്ക് ഈ രാജ്യം മുഴുവൻ 10,000 രൂപ ശമ്പളം നൽകുമ്പോൾ കേരളത്തിൽ മാത്രം 7,000 രൂപയാണ് നൽകുന്നത്. അതും നേരാംവണ്ണം നൽകുന്നുമില്ല. അതിനു പകരം പാവം സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് രാവിലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കേരളത്തെ അറിയിച്ചിരിക്കുന്നു. അതുപോലെ BJP ബന്ധമാണ് കോൺഗ്രസിന് എന്ന് ലേഖനമെഴുതിയ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ തന്നെയാണ് സതീശൻ രാവിലെ തന്നെ ഒരുങ്ങിയിറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല BJPക്കെതിരെ മത്സരിക്കുന്ന കോൺഗ്രസിനെ തോൽപ്പിക്കാൻ എല്ലായിടത്തും സ്ഥാനാർത്ഥിയെ നിർത്തുന്ന CPM-നെ തുറന്നു കാട്ടിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. RSSന്റെയും ജനസംഘത്തിന്റെയും സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആയ പിണറായി വിജയന്റെയും പാർട്ടിയുടെയും എല്ലാ കള്ളത്തരങ്ങളും ചരിത്രം വിവരിച്ചുകൊണ്ട് സതീശൻ പൊളിച്ചു കൊടുത്തത് നമ്മൾ കണ്ടു. ഇന്ന് സഭയില്ലെന്നും ഇന്നത്തേക്ക് രക്ഷപ്പെട്ടുവെന്നും കരുതിയ മുഖ്യമന്ത്രി സഭയില്ലെങ്കിലും രാവിലെ തന്നെ അടി കിട്ടിയതിന്റെ ക്ഷീണത്തിലാണ്. നമുക്ക് സതീശന്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഉണ്ടാക്കിയ ഒരു കാപട്യമാണ് ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം. സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന സ്ഥാപനം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അവർ ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം ഇതാണ്. അവർ അതനുസരിച്ച് ആർട്ടിക്കിൾ ഉണ്ടാക്കി ഈ രീതിയിൽ സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കൊടുത്ത് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ട് പണം കൊടുത്ത് ഏജൻസികളെ വെച്ച് ഉണ്ടാക്കി നമ്മളോട് തർക്കിക്കാൻ വരുന്നത്? ഞങ്ങളിത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഈ സ്ഥാപനത്തിൻ്റെ ക്ലയൻ്റാണ് സ്റ്റാർട്ടപ്പ് മിഷൻ എന്നും പണം കൊടുത്ത് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് ഇതെന്നും ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ഞങ്ങളിത് ആരോപണമായിട്ട് തന്നെയാണ് ഉന്നയിക്കുന്നത്. അവർക്ക് പണം കൊടുത്തുണ്ടാക്കിയതാണ്. ഈ ആരോപണം നിഷേധിച്ചാൽ അതിനുള്ള തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. പണം കൊടുത്തുള്ളതിൻ്റെ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. സത്യത്തിൽ റിപ്പോർട്ടിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നത് അഫോർഡബിൾ ടാലന്റ് എന്നുള്ള ഗണത്തിലാണ്. സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും അപേക്ഷിച്ച് നമ്മുടെ മാനവ വിഭവശേഷി എന്ന് പറയുന്നത് വലുതാണ്. ശമ്പളം കുറവാണ്, കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യും. അതുകൊണ്ടാണ് അഫോർഡബിൾ ടാലന്റ്. യൂറോപ്പിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ആളുകളെ വയ്ക്കുന്നതിനേക്കാൾ എളുപ്പത്തിലുള്ള ആളുകളെ, ഇപ്പോൾ ടെക്നീഷ്യൻസിനെ വയ്ക്കുന്നതിലോ IT എക്സ്പേർട്സിനെ വയ്ക്കുന്നതിലോ നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാലറി കുറച്ച് മതി. അതാണ് അഫോർഡബിൾ ടാലന്റ്. ആ കാര്യത്തിൽ നമ്മൾ പണ്ട് ഒന്നാം സ്ഥാനം. നമുക്ക് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് എന്നും മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിനാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്, അല്ലാതെ അല്ല. അതുപോലെ ഇന്നലെ നിയമസഭയിൽ $48,000 കൊടുത്തു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓരോ വർഷം കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് തരാം. പിന്നെ ഇന്നലെ നിയമസഭയിൽ മന്ത്രി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ സിക്കിം വർദ്ധിപ്പിച്ചിട്ടില്ല. സിക്കിം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണ് എൻ്റെ കയ്യിലുള്ളത്. 1/10/2022 അവർ 10,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ ഉത്തരവാണ്. മന്ത്രിമാരൊക്കെ നിയമസഭയിൽ ഉത്തരം പറയുമ്പോൾ ഞാൻ പാർലമെൻറ്റിലെ ചോദ്യത്തിനുള്ള ഉത്തരം നിയമസഭയിൽ ഹാജരാക്കിയായിരുന്നു. അപ്പോഴും ബഹളമാണ് ഉണ്ടാക്കിയത്. സിക്കിം സർക്കാരിൻ്റെ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. 10,000 വർദ്ധിപ്പിച്ചത്. അതുപോലെ ആന്ധ്ര അവർ ടോട്ടൽ 10,000 ഇൻസെൻറ്റീവിനോടൊപ്പം. അപ്പോൾ അവർ 7,000 രൂപയാക്കി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 3,000 ആയിട്ട് 10,000 രൂപയാക്കി. അപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ മുഖ്യമന്ത്രി മുൻകൈ എടുക്കണമെന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഈ സമരത്തെ ഇങ്ങനെ തള്ളിപ്പറയാതെ, സമരം ചെയ്യുന്ന സ്ത്രീകളെ അപമാനിക്കാതെ, സമരക്കാരോടുള്ള ഈ ഒരു നിഷേധാത്മക സമീപനം അവസാനിപ്പിച്ച്, അവർ സ്ത്രീകളല്ലേ, നിങ്ങൾ അവരുടെ ഇടതുപക്ഷ LDFൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ, അത് കൊടുക്കുന്നതിന് ഒരു വർധനവുണ്ടാക്കി അവർക്ക് സഹായിക്കുന്നതിന് എന്തിനാണ് ഇങ്ങനെ ഒരു ഈഗോ വിചാരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം എന്ന് ഞാൻ ഒന്നുകൂടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ഇക്കാര്യത്തിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനമുണ്ട് ഇന്ന് എല്ലായിടത്തും. അതായത് കോൺഗ്രസിന് BJPയെ തോൽപ്പിക്കാൻ കഴിയില്ല. കഴിഞ്ഞ കുറച്ച് നാളായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം
BJP അനുകൂല നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. കാരണം ഒരു ന്യൂനപക്ഷ വികാരം ഉണർത്തുന്നതിന് വേണ്ടി പാർലമെൻറ്റ് കാലത്ത് ശ്രമിച്ചു. അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി എടുക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഡൽഹിയിൽ AAPക്കെതിരായി മത്സരിച്ചു എന്നുള്ളതാണ്. AAP ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഞങ്ങൾ അവരുമായി ഒരുമിച്ച് മത്സരിക്കണം എന്ന് അവരോട് അഭ്യർത്ഥിച്ചിരുന്നു. AAP മത്സരിക്കാൻ തയ്യാറായില്ല. അവർക്ക് അലയൻസ് വേണ്ട, അവർ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നുള്ള നിലപാടെടുത്തു. ഞങ്ങളൊരു ദേശീയ പാർട്ടിയല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ മത്സരിക്കാതിരിക്കണം. ഡൽഹിയിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടി അവിടെ മത്സരിച്ചല്ലോ, ആകെ 0.4% കിട്ടിയുള്ളൂ. ഇവർ മത്സരിച്ചില്ലെങ്കിൽ ആ 0.4% വോട്ട് കൂടി ആം ആദ്മിക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നല്ല. ഇവർ മത്സരിച്ച് എന്നിട്ട് കോൺഗ്രസ് മത്സരിച്ചതിനെ കുറ്റപ്പെടുത്തുക. എന്തൊരു ഇരട്ടത്താപ്പാണിത്. AAPക്കെതിരായിട്ട് കോൺഗ്രസ് മത്സരിച്ചു, അതുകൊണ്ട് അവിടെ BJP ജയിച്ചു എന്നാണ് പറയുന്നത്. ഇവരും മത്സരിച്ചു, ആൾ കുറവാണെങ്കിൽ ഇവരും മത്സരിച്ചു, അവിടെ അന്ന് ഇവർക്ക് മത്സരിക്കാതിരിക്കാൻ പാടില്ലേ. ഇനി കർണാടകത്തിൽ ഞങ്ങളും BJPയുമായി ഏറ്റുമുട്ടുമ്പോൾ CPM മത്സരിച്ചല്ലോ. ആ CPM സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് അവിടെ പോയതാരാ? ഈ മുഖ്യമന്ത്രി പോയി. അപ്പോൾ അവിടെ കോൺഗ്രസ് തോറ്റോട്ടെ, അവിടെ BJP വന്നാലും കുഴപ്പമില്ല എന്ന് മുഖ്യമന്ത്രി വിചാരിച്ചു. RSSൻ്റെയും BJPയുടെയും പിന്തുണയോടുകൂടി MLA ആയി അസംബ്ലിയിൽ വന്ന ആളാണ് അദ്ദേഹം. ഇപ്പോഴല്ല, നേരത്തെ. അവർ 77 ഒരുമിച്ചല്ലേ മത്സരിച്ചത്. 89 അവർ തമ്മിൽ ധാരണ ഉണ്ടായിരുന്നില്ലേ? അത് പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയിട്ട് പുതിയ കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുക. കോൺഗ്രസ് ആണ് ദേശീയ തലത്തിൽ BJPയെ അതിശക്തമായി നേരിടുന്നത്. സംഘപരിവാറുമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. എവിടെയാണ് അദ്ദേഹം കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്? ഞങ്ങളുടെ നേതാവല്ലേ രാഹുൽ ഗാന്ധി. എവിടെയാണ് അദ്ദേഹം BJPയുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്? എവിടെയാണ് കോൺഗ്രസ് BJPയുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്? BJPയുമായി കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്, സംഘപരിവാറുമായി സെറ്റിൽ ചെയ്തിട്ടുള്ളത് പിണറായി വിജയന്റെ പാർട്ടിയാണ്, CPM. ഇപ്പം എന്താ പറയുന്നത്? ഫാസിസ്റ്റ് പാർട്ടിയല്ല BJP. പുതിയ കണ്ടുപിടുത്തമാണ് CPMന്റെ. ഇന്ത്യയിലെ മുഴുവൻ BJP ഇതര കക്ഷികളും നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ്, BJP സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന ഉറച്ച നിലപാടെടുക്കുമ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന നിലപാടെടുക്കുന്ന BJP ഇതര ഏക പാർട്ടി CPM ആണ്. നവഫാസിസ്റ്റ് പോലും അല്ല. ആകാൻ ചാൻസ് ഉണ്ട് ഭാവിയിൽ. പുതിയ കണ്ടുപിടുത്തം. സീതാറാം യെച്ചൂരി അതല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ സീതാറാം യെച്ചൂരിയുടെ എത്രയോ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. സീതാറാം യെച്ചൂരി ഇത് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന അതിശക്തമായ നിലപാടാണ് യെച്ചൂരി എടുത്തിരുന്നത്. യെച്ചൂരി മരിച്ചു കഴിഞ്ഞപ്പോൾ യെച്ചൂരി എടുത്തിരുന്ന നിലപാട് യെച്ചൂരിയുടെ വ്യക്തിപരമായ നിലപാടായിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി അല്ലായിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി എടുക്കുന്നത് പാർട്ടിയുടെ നിലപാടല്ലേ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടി എടുത്ത നിലപാട്, അദ്ദേഹം എടുത്ത നിലപാടിനെ തള്ളി പറയുന്നതിനാണ് ന്യായീകരണം മുഖ്യമന്ത്രി പറയേണ്ടത്. സീനിയർ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ, സീനിയർ പോളിറ്റ് ബ്യൂറോ മെമ്പർ. ഇത് BJP ഫാസിസ്റ്റ് പാർട്ടി അല്ല, ഈ സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന നിലപാട് CPM എടുത്തിരിക്കുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരിക. എന്നാലോചിച്ച് നോക്കിയേ. അല്ല, ലീഗ് വിരുദ്ധ പരാമർശങ്ങളാണ് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മുഴുവൻ സമയവും അദ്ദേഹം പറഞ്ഞിരുന്നത്. ലീഗ് വിരുദ്ധ, ലീഗ് SDPIയെയും അതുപോലെ എന്താണ് ജമാഅത്ത് ഇസ്ലാമിയെയും കൂട്ടുപിടിച്ചിട്ടാണ് ലീഗ് നിൽക്കുന്നതെന്നുള്ള ആരോപണം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്നതല്ലേ. പാർലമെന്റ് വരെ ലീഗിന്റെ പുറകെ നടക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ലീഗ് അതിശക്തമായ നിലപാടെടുത്ത്. എന്താ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്? UDFന്റെ കൂടെ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDF പോകാൻ ഒരു കാരണം പോലും ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത. അപ്പോഴാണ് കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കുമല്ലോ, അപ്പോഴാണ് വർഗീയത ആരോപിച്ചത് ഈ ലീഗിന്റെ മീത്. കുറെ പുറകെ നടന്ന് കിട്ടാതായപ്പോൾ ചാടിയിട്ടും മുന്തിരിങ്ങ കിട്ടാതായപ്പോഴാണ് മുന്തിരിങ്ങയ്ക്ക് പുളിയാണെന്ന് പറഞ്ഞു. അല്ല, അത് പറഞ്ഞോട്ടെ, അതൊന്നും പറഞ്ഞാൽ വീഴുന്നവരല്ലല്ലോ അവർ. അവർക്കറിയാമല്ലോ അവർക്കെതിരായിട്ടുള്ള അവർ വർഗീയത ആളിക്കത്തിക്കുകയാണ് എന്നുള്ള പ്രചരണമാണ് നടത്തുന്നത്. അത് ഈ ഭൂരിപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് CPM ചെയ്യുന്നതാണ്. അത് തിരിച്ചറിയാനും ഉള്ള ബോധ്യം ലീഗിനുണ്ട്. അവരതിനുള്ള ശക്തമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്.